നല്ല പെർഫെക്റ്റായി ഉഴുന്ന് വട എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാമല്ലേ. അതിന് പുതിയ ഉഴുന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായി കഴുകിയതിന് ശേഷം 2-3 മണിക്കൂർ പുതിർക്കാൻ വെക്കണം. എന്നിട്ട് വെള്ളമൊക്കെ ഊറ്റി മിക്സിയിൽ നിന്നോ ഗ്രൈൻഡറിൽ നിന്നോ അരച്ചെടുക്കുക. മിക്സിയിൽ നിന്നാണ് അരക്കുന്നതെങ്കിൽ ഐസ് വെള്ളമോ ഐസ് കട്ടയോ ചേർത്ത് വേണം അരക്കാൻ. മാവ് ചൂടായി പോകരുത്. അതിനുശേഷം കൈവച്ച് നന്നായി പതപ്പിച്ച് ഒരു 2-3 മണിക്കൂർ ഇത് വെക്കണം. അതിന് ശേഷം ഉപ്പ്, അരിപ്പൊടി, സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുരുമുളക് ചതച്ചതും ഇത്തിരി കായപ്പൊടിയും കൂടി ചേർത്ത് ചുട്ടെടുക്കാം. ചുടുന്നതിന് മുമ്പേ മാത്രമാണ് ഈ സവാള ഇതൊക്കെ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓരോ ഉരുളയും വെളിച്ചെണ്ണയിലേക്ക് ഉരുട്ടിയിട്ട് കഴിഞ്ഞാൽ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയാൽ നമുക്ക് എളുപ്പം ഉഴുന്ന് വട ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു രീതിക്ക് ഉഴുന്ന് വട ഉണ്ടാക്കി നോക്കൂ. ഇത് കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയോ അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉഴുന്ന് വടയാണ്. ഇതെന്താ ഞാൻ ഇത്രക്കാരം ഉഴുന്ന് വട ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നുണ്ടാവും. എനിക്കിന്നൊരു ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 1 കിലോ ഉഴുന്നിന് ഒരു 10-65 ഉഴുന്ന് വട ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.